ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എങ്ങനെയുണ്ടടാ മക്കളെ പരീക്ഷ? ഉഷാറല്ലായിരുന്നോ? സെറ്റല്ലായിരുന്നോ? ഓക്കെ, അപ്പോൾ ഇനി അടുത്ത എക്സാമിൻ്റെ ഇംഗ്ലീഷിൻ്റെ ആണ് ഇമ്പോർട്ടൻറ്റ് പാർട്സ് വരുന്നുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ ഓൾസോ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് സെറ്റാക്കുക. പിന്നെ LSSൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പർ ഉണ്ട്. അതിലൊന്ന് ജസ്റ്റ് ഒരു വാട്സപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതി. പിന്നെ സബ്സ്ക്രൈബ്, ലൈക്ക് നിർബന്ധമാണ്, വേഗം ചെയ്തോളി. ഓക്കെ, അപ്പോൾ വായിക്കാൻ എഴുതാമെന്നാണ് ഒന്നാമത്തേത്. വായിക്കാൻ എഴുതാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത് അങ്ങനെ ഒരു പ്രവർത്തനമായിരിക്കും വരിക അല്ലേ. വാനം ചുവന്നു തൊടുത്തു, കതിരോൻ പടിഞ്ഞാറു മറയാറായി, കടയിലേക്ക് തിരക്കിട്ട് പോവുകയാണ് അപ്പു. ആകാശത്ത് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നത് കണ്ട അവൻ നടത്തത്തിന് വേഗത കൂട്ടി. ചീറിപ്പാഞ്ഞു പോകുന്ന വാഹനങ്ങളെ അവൻ ശ്രദ്ധിച്ചതേയില്ല. കാറ്റും ഇടിമിന്നലും അന്തരീക്ഷത്തെ ഭീകരമാക്കി. 1 കിലോ ചെറിയ ഉള്ളി കടലാസു സഞ്ചിയിൽ വാങ്ങി കടയിൽ നിന്ന് തിരിച്ചതേയുള്ളൂ. മഴത്തുള്ളികൾ ആകാശത്ത് നിന്നും ഭൂമിയിൽ പതിക്കാൻ തുടങ്ങി. മഴയുടെ ശക്തി കൂടി. നനഞ്ഞു കുതിർന്ന കടലാസു സഞ്ചി പൊട്ടി. ഉള്ളികൾ ചിതറി തെറിച്ചു. എന്തു ചെയ്യണമെന്നറിയാതെ അവൻ പകച്ചു നിന്നു. അവൻ ഉള്ളി എന്താടാ ചെയ്ത് വാരിക്കൂട്ടി. പക്ഷേ എങ്ങനെ കൊണ്ടുപോകും? കൂടെ ചൂടി വന്നിരുന്ന മനു ഈ കാഴ്ച കണ്ടു. സമീപത്തുള്ള തേക്കിൻ്റെ ഇലകൾ പൊട്ടിച്ച് വലിയ കുമ്പിളുണ്ടാക്കി ഉള്ളി വാരിയെടുത്ത് അതിലേക്കിട്ടു. കുമ്പിൽ കെട്ടി അപ്പുവിന് നൽകി. മനുവിൻ്റെ കഴിവ് കണ്ട് അപ്പു അതിശയിച്ചു പോയി. മനു അപ്പുവിനെ തൻ്റെ കുടയിൽ ചേർത്തു നിർത്തി. അപ്പുവിൻ്റെ വീട് ലക്ഷ്യമാക്കി നീങ്ങി. സന്തോഷം കൊണ്ട് കൊന്നമരം അവർക്കുമേൽ പൂക്കൾ പൊഴിച്ചു. ഒരേ ക്ലാസ്സിൽ പഠിച്ചിട്ടും ഇതുവരെ മനുവിനോട് വേണ്ടത്ര അടുപ്പം കാണിക്കാത്തതിൽ അപ്പുവിന് വിഷമം തോന്നി. പരീക്ഷകളിൽ കുറഞ്ഞ ഗ്രേഡ് ലഭിച്ചിരുന്ന മനുവിൻ്റെ കഴിവും സ്നേഹവും അനുഭവിച്ചറിഞ്ഞ നിമിഷം. ആരും അത്ര നിസ്സാരമല്ല. ഓരോരുത്തർക്കും മറ്റുള്ളവരെ എന്തെങ്കിലും പഠിപ്പിക്കാനാകും. അവൻ ഓർത്തു. കതിരോൻ സൂര്യൻ, ഇല പൊട്ടിക്കുക, ഇല അടർത്തിയെടുക്കുക എന്നൊക്കെ അർത്ഥങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ പരിപാടി കഥ വായിച്ചല്ലോ. താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ ഉത്തരം എഴുതാൻ വേണ്ടി പറയാം. കഥയിൽ സന്ധ്യാസമയമായി എന്ന് സൂചിപ്പിക്കുന്ന വാക്യമേത്? കതിരോൻ പടിഞ്ഞാറു മറയാറായി അല്ലേ. ആ കഥയിൽ ആകാശത്തു പകരം ഉപയോഗിച്ചിരിക്കുന്ന പദം ഏത്? വാനം എന്നാണ്. അപ്പുവിനെ സഹായിച്ചതെങ്ങനെ? തേക്കില കുമ്പിളിൽ ഉള്ളി പൊതിഞ്ഞ് നൽകി കുടയിൽ ചേർത്ത് നിർത്തി വീട്ടിലെത്തിച്ചു. പിന്നെ അടുത്തത്, മനുവിൻ്റെ സ്നേഹവായ്പിൽ പ്രകൃതി പോലും ആഹ്ലാദിച്ചു എന്ന് സൂചിപ്പിക്കുന്ന വാക്യമേത്? സന്തോഷം കൊണ്ട് കൊന്നമരം അവർക്കുമേൽ പൂക്കൾ പൊഴിച്ചു എന്നതാണ്. അടുത്തത്, ഈ സംഭവത്തിന് ശേഷം മനുവിനെ കുറിച്ച് അപ്പുവിന് മനസ്സിലായ കാര്യം എന്ത്? മനുവിൻ്റെ കഴിവും സഹജീവി സ്നേഹവുമാണ് അല്ലേ. ഇനി അടുത്തത് വിളംബരം തയ്യാറാക്കാമെന്നാണ് പ്രവർത്തനം 2. നമ്മൾ ഇമ്പോർട്ടൻ്റ് പാർട്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായി വിളംബരം തയ്യാറാക്കുക അല്ലേ. പോതനൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ 2024 ഡിസംബർ 20 മുതൽ 23 വരെ LP വിഭാഗം കുട്ടികളുടെ സെവൻസ് ഫുട്ബോൾ മത്സരം സംഘടിപ്പിക്കുന്നു. ഫുട്ബോൾ മേളയുടെ ഉദ്ഘാടനം 2024 ഡിസംബർ 20 രാവിലെ 10 മണിക്ക് പഞ്ചായത്ത് മൈതാനത്ത് വെച്ച് പ്രശസ്ത ഫുട്ബോൾ താരം ശ്രീ MM വിജയൻ നിർവഹിക്കുന്നു. മേളയുടെ പ്രചരണത്തിനായി ഒരു വിളംബരം തയ്യാറാക്കും. ഈ വിളംബരം തയ്യാറാക്കുമ്പോൾ ആദ്യം തന്നെ ഡും എന്ന് എഴുതി കൊടുക്കുന്നു നമ്മൾ. എന്നിട്ട് എന്താണ് പരിപാടി എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു? എഴുതുന്നു. അതിനുശേഷം എല്ലാവരെയും ക്ഷണിക്കുന്നു. അവസാനവും ഒരു ഡും എന്നും എഴുതി കൊടുക്കുന്നു. അത്രയേ ഉള്ളൂ. അടുത്തത് പത്രവാർത്ത തയ്യാറാക്കാനാണ്. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ് വയനാട്ടിൽ ഈ വർഷമുണ്ടായ ഉരുൾപൊട്ടൽ. 100 കണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു. എല്ലാം നഷ്ടപ്പെട്ട് അനാഥരായ നിരവധി പേർ അവരുടെ കണ്ണീരൊപ്പാൻ GLPS വാനംപുറവും തയ്യാറായി. കുട്ടികളും അധ്യാപകരും നാട്ടുകാരും ചേർന്ന് 1 ലക്ഷം രൂപ സമാഹരിച്ചു. ശേഖരിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സ്കൂൾ ലീഡർ കുമാരി സ്മിതയും PTA പ്രസിഡന്റ് ശ്രീമതി കമലയും ഹെഡ്മാസ്റ്റർ ശ്രീ റഹീമും ചേർന്ന് ആനപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കരുണന് കൈമാറി. ഈ സംഭവം ഒരു വാർത്തയെ തയ്യാറാക്കാനാണ്. അപ്പോൾ വാർത്ത തയ്യാറാക്കാൻ നമുക്കറിയാം ഒരു തലക്കെട്ട് ആദ്യം എഴുതണം. വേണ്ടേ? ഒരു തലക്കെട്ട് വേണം. തലക്കെട്ടിലാണ് വാർത്ത എഴുതാൻ പറ്റില്ല. പിന്നെ സ്ഥലം എഴുതുക. പിന്നെ എന്താണ് സംഭവം എന്നുള്ളത് ആദ്യം എഴുതുക. പിന്നെ അതങ്ങോട്ട് വിശദീകരിച്ച് ഇതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ പത്രവാർത്തയുടെ ഒരു കെട്ടും മട്ടും ഒക്കെ പിന്നെ നമ്മൾ എന്താ പറയുക പാലിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും, ഉറപ്പാണ്. അടുത്തത് പാചകക്കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഊണിൻ്റെ മേളം, താളും തകരയും എന്നീ പാഠ്യഭാഗങ്ങളുടെ ഭാഗമായി വൈവിധ്യമാർന്ന ഭക്ഷ്യ വിഭവങ്ങളെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞല്ലോ. സ്കൂളിൽ ഒരു സദ്യ ഒരുക്കാൻ തീരുമാനിച്ചു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ സ്വന്തമായി തയ്യാറാക്കുന്ന ഒരു വിഭവത്തിൻ്റെ പാചകക്കുറിപ്പ് എഴുതാൻ വേണ്ടി പറയാം. പാചകക്കുറിപ്പ് ഈസി ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റും അല്ലേ. തയ്യാറാക്കുന്നതിന് മുമ്പേ ആവശ്യമായ ചേരുവകൾ, ആദ്യം എന്താണ് സാധനം അതിൻ്റെ പേര് എഴുതുക, പിന്നെ ആവശ്യമായ ചേരുവകൾ എഴുതുക, പിന്നെ അതിനുശേഷം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്ന വിധം എഴുതി കൊടുക്കുക. അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് വർണ്ണന തയ്യാറാക്കാൻ അല്ലേ, വർണ്ണിച്ചെഴുതാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരു ചെറിയൊരു പദ്യം കൊടുത്തിട്ടുണ്ട്. കേരളത്തിന് സൗന്ദര്യം വ്യക്തമാക്കുന്ന ഗോപാലകൃഷ്ണൻ കോഴയിൽ എൻ്റെ കേരളം എന്ന കവിതയിൽ ഏതാനും വരികളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഇതുപോലുള്ള എത്ര സുന്ദരമായ കാഴ്ചകൾ നമ്മുടെ നാട്ടിലുള്ള കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി വർണ്ണിച്ചെഴുതും. ഇന്നലെ നമ്മൾ കേരളത്തിൻ്റെ ഒരു വർണ്ണന നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ. നമ്മൾ വർണ്ണന പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടവർക്ക് ഫുൾ മാർക്ക് ഇതിൽ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. കാക്കകളുടെ കണക്കെടുപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള അല്ലേ. ഒരു ദിവസം അക്ബറും ബീർബലും കൊട്ടാര ഉദ്യാനത്തിൽ നടക്കുകയായിരുന്നു. മനോഹരമായ പൂക്കളുടെ സൗന്ദര്യവും സുഗന്ധവും ആസ്വദിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഒരു മരത്തിൽ ഒരു കൂട്ടം കാക്കകൾ ഇരിക്കുന്നത് കണ്ടു. അവ കലപില ശബ്ദം കൂട്ടുകയാണ്. ബീർബൽ, രാജ്യത്ത് എത്ര കാക്കകളുണ്ട്?
പ്രഭു, നമ്മുടെ നാട്ടിൽ 90,413 കാക്കകളുണ്ട്. ഇത് കേട്ട് അക്ബർ ഏറെ അത്ഭുതപ്പെട്ടു. അത് താങ്കൾക്ക് എങ്ങനെ അറിയാം? അക്ബർ ചോദിച്ചു. എനിക്ക് നല്ല ഉറപ്പുണ്ട് പ്രഭു, വേണമെങ്കിൽ നമ്മുടെ കാക്കകളുടെ കണക്കെടുക്കാം, ആത്മവിശ്വാസത്തോടെ ബീർബൽ പറഞ്ഞു. കാക്കകൾ കുറവായാലോ? അക്ബർ സംശയം പ്രകടിപ്പിച്ചു. പ്രഭു, അതിനർത്ഥം അവർ അയൽ രാജ്യങ്ങളിലേക്ക് ബന്ധുക്കളെ കാണാൻ പോയി എന്നാണ്. എന്നാൽ താങ്കൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ കാക്കകളുണ്ടെങ്കിൽ ഇവിടെയുള്ള ബന്ധുക്കളെ കാണാൻ വിരുന്നിനെത്തിയതാകും. ബീർബലിന്റെ മറുപടി കേട്ട് അക്ബർ പുഞ്ചിരി തൂക്കി. യുക്തിസഹമായി ഏത് പ്രശ്നങ്ങളിലും വളരെ വേഗത്തിൽ മറുപടി പറയാൻ കഴിയുന്ന ബീർബലിനെ പ്രശംസിച്ചു, പാരിതോഷികം നൽകി. രസകരമായി ഈ കഥയ്ക്ക് ആസ്വാദനക്കുറിപ്പ് എഴുതും. അപ്പോൾ ഈ ഒരു കഥയ്ക്ക് ആസ്വാദനക്കുറിപ്പ് എഴുതുകയാണെങ്കിൽ നമുക്കറിയാം ഈ കഥ എന്താണ്, ആരാണ് എഴുതിയത് നമുക്കിവിടെ കൊടുത്തിട്ടില്ല. എന്തായാലും ഈ കഥ ആരെ പറ്റിയിട്ടാണ് എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, തുടങ്ങിയിട്ട് ആസ്വാദനക്കുറിപ്പ് എഴുതാം. ഈ കഥയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരി ഏതാണെന്ന് എഴുതാം, ഈ കഥ എന്തിനെ പറ്റിയാണെന്ന് എഴുതാം. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എഴുതിയിട്ട് നിങ്ങൾക്ക് കഥ അടിപൊളിയാക്കാം. അപ്പോൾ ആസ്വാദനക്കുറിപ്പ്, പത്രവാർത്ത, പിന്നെന്താ വിളംബരം, പാചകക്കുറിപ്പ്, വർണ്ണന, ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുണ്ട്. ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ. ഇമ്പോർട്ടൻറ്റ് പാർട്സ് അതൊക്കെ വന്നിട്ടുണ്ട്. അടുത്ത പരീക്ഷയുടെ അടിപൊളിയായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പാർട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, ചെയ്തിട്ടുമുണ്ട് കുറേ എണ്ണം. അതൊക്കെ കണ്ട് അടിപൊളിയാക്കുക, സെറ്റാക്കുക, ഫുൾ മാർക്ക് സ്കോർ ചെയ്യുക. ഓക്കെ, ബൈ, ടാറ്റ.